അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ അല്ലെങ്കിൽ അധസ്ഥിതരായ ജനവിഭാഗത്തിന്റെ ഒക്കെ ഒരു ആശയം ആയിരുന്നു വി എസ് എന്നുള്ളതാണ്. വി എസ് എന്ന് പറയുന്ന ആ രണ്ടക്ഷരം നമ്മൾ മലയാളീകരിച്ച് അതിനെ വിശദമാക്കിയാൽ വിപ്ലവ എസ് സൂര്യൻ എന്ന രീതിയിലേക്ക് നമുക്ക് വേണം. വിപ്ലവ സൂര്യൻ അതാണ് വി എസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന എന്തുകൊണ്ടും, അതായത് ബാല്യം മുതൽ തന്നെ സമരം ജീവിതമാക്കിയ ഒരു നേതാവിന്റെ അന്ത്യ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്പം മുൻപ് എസ് സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു ഒരു ആർത്തലച്ച് സങ്കടത്തോടുകൂടി വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്ന ഒരു വയോധികയായ ഒരു സ്ത്രീ നമുക്ക് തൊട്ടു മുൻപുള്ള ഫ്രെയിമിൽ കാണാൻ കഴിഞ്ഞത് ആ കാഴ്ചയാണ്. ഇത്രയും ഒരു നിർമ്മലമായൊരു കാഴ്ച ഒരുപക്ഷെ ജനകീയരായ ചില നേതാക്കൾക്ക് മാത്രം കിട്ടുന്ന വിടവാങ്ങലിന്റെ ഏറ്റവും വലിയ ഒരു നിമിഷങ്ങളാണ് അത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഔദ്യോഗിക ബഹുമതികൾ ഏത് നേതാവിനും വേണമെങ്കിൽ കിട്ടും. പക്ഷേ ഇത്തരത്തിൽ ജനഹൃദയങ്ങളിൽ നിന്നും വരുന്ന തൊണ്ട പൊട്ടുമാറുച്ചത്തിലുള്ള അല്ലെങ്കിൽ ഗദ്ഗത കണ്ഠരായിട്ടുള്ള മനുഷ്യരുടെ നൊമ്പരത്തോടു കൂടിയുള്ള വിടവാങ്ങൽ, ആ ഒരു ആർദ്രമായ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന വേദനയുളവാകുന്ന ഒരു യാത്രയേപ്പ്, അതൊക്കെ ജനകീയരായ നേതാക്കൾക്ക് മാത്രം കിട്ടുന്ന ഒരു അന്ത്യനിമിഷങ്ങളാണ്. അതാണിപ്പോൾ വി എസിനെ നമ്മൾ കാണുന്നത്. ഇവിടെ ദർബാർ ഹാളിൽ കിടത്തിയിരിക്കുന്ന ഈ മൃത ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ, അത് ആ നിമിഷങ്ങൾ ഒരുപക്ഷെ പുതുതലമുറ അതിനെ ചിത്രങ്ങളായി പകർത്താൻ ശ്രമിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ മുതിർന്ന നേതാക്കളടക്കമുള്ള ആളുകൾ നമുക്ക് ഈ ദർബാർ ഹാളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. പി കെ ശ്രീമതി അടക്കമുള്ള അല്ലെങ്കിൽ TNC അടക്കമുള്ള നേതാക്കൾ ഈ അതിന്റെ പരിസരങ്ങളിലും ഒപ്പം തന്നെ മന്ത്രിസഭാംഗങ്ങൾ അടക്കമുള്ള വലിയൊരു നിര തന്നെയുണ്ട്. അവിടെയാണ് സാധാരണക്കാർ ഇപ്പോൾ ഒഴുകിയെത്തുകയാണ് ഈ ദർബാർ ഹാളിലേക്ക് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ പലരും പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട്. വി എസ് എപ്പോഴും ഒരു പോരാളിയായിരുന്നു. അതുകൊണ്ട് മരണത്തെ അതിജയിച്ച് വി എസ് തിരികെ വരുമെന്നൊരു പ്രതീക്ഷ അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം 23-ാം തീയതി ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയതിനു ശേഷവും അദ്ദേഹം ഒരു മാസത്തോളമാണ് മരണത്തോട് മല്ലിട്ട് ആ ആശുപത്രിയിൽ, തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടത്. വി എസ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിക്കപ്പുറത്ത് കടന്നുള്ള ചില ഉജ്ജ്വല തീരുമാനങ്ങളിൽ ഒന്ന്, അതിന് നമ്മൾ പലതവണ ഒരു 13 വർഷം പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം. ടി ചന്ദ്രശേഖരൻ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, RMP റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് CPI-യുമായി തെറ്റിപ്പോയ വടകര ഒഞ്ചിയത്തെ ടി ചന്ദ്രശേഖരൻ, ആ ടി ചന്ദ്രശേഖരൻ 51 വെട്ടേറ്റ് പിടഞ്ഞു വീണ് മരിച്ച ആ നിമിഷത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടായിരുന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് 2012 മെയ് 5-നാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ ടി ചന്ദ്രശേഖരന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ടിയുടെ മൃതദേഹം ടൗൺ ഹാളിന് എത്തുന്നതിനും 10 മിനിറ്റ് മുൻപ് വി എസ് അവിടേക്ക് എത്തുന്നു. ഓർക്കേണ്ടത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു അത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കുക. അവിടെയാണ് വി എസ് അതെല്ലാം മറികടന്നുകൊണ്ട് മനുഷ്യത്വമാണ് വലുത് എന്ന് പഠിപ്പിക്കുന്ന, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഒരു നല്ല മനുഷ്യനായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശം തൻ്റെ ജീവിതം കൊണ്ട് നൽകുന്ന ഒരു നിമിഷമായിരുന്നു അന്ന്. ആ സമയത്ത് കോഴിക്കോട് ടൗൺ ഹാളിൽ ടി ചന്ദ്രശേഖരന്റെ മൃതദേഹം അവിടേക്ക് എത്തുന്നതിന്റെ 10 മിനിറ്റ് മുൻപ് എത്തുമ്പോൾ അന്ന് വി എസിനെ കണ്ട് അത്ഭുതസ്തബ്ധരായിരുന്ന മനുഷ്യരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുണ്ട്, ഈ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുണ്ട്, ഒപ്പം തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും അന്തരിച്ച മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദും, ഒപ്പം ഇപ്പോഴത്തെ കോഴിക്കോടിന്റെ MP, അന്നത്തെയും MP ആയിട്ടുള്ള MK രാഘവൻ അടക്കമുള്ള UDFന്റെ വലിയൊരു നിര അവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ടിയുടെ മൃതദേഹം ഇവിടെ ടൗൺ ഹാളിൽ എത്തിയ സമയത്ത്, കോഴിക്കോട് ടൗൺ ഹാളിൽ എത്തിയ സമയത്ത് ആ വെട്ടേറ്റ് നുറങ്ങിയ മുഖം മാത്രം വെളിയിൽ കാണുന്ന ഒരു സാഹചര്യമായിരുന്നു ടിയുടേത്.
മൂടിപ്പൊതിഞ്ഞ ശരീരം, ആ ശരീരം ചെങ്കൊടി പൊതിച്ച് കിടക്കുമ്പോൾ VS എന്ന് പറയുന്ന വിപ്ലവ സൂര്യൻ അവിടെ TPക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതും കഴിഞ്ഞാണ് പിന്നീട് അതേ വർഷം തന്നെ ജൂൺ 2-നാണ്, ഇത് മെയ് 5-നാണ് ഈ ഒരു അന്തിമോപചാരം അർപ്പിച്ചതെങ്കിൽ പിന്നീട് 30 ദിവസം പിന്നിടുന്ന ഈ ജൂൺ 2-ന്റെ സമയം TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് 30 ദിവസം തികയുന്ന ദിവസം. അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. R. സെൽവരാജാണ് അന്ന് ഇടത് പാളയം വിട്ട് വലത് പാളയത്തിലേക്ക് ചുവടുമാറി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ദിവസം അന്ന് രാവിലെ 10:15-നാണ് ഇന്നത്തെ MLAയും TPയുടെ സഹധർമ്മിണിയുമായിട്ടുള്ള KK രമയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പുറത്ത് VS അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് ആയിരുന്നു. ഫോണെടുത്ത് VS രമയോട് പറഞ്ഞത് ഞാൻ ഉഞ്ചിയത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ വിവരം അറിഞ്ഞ് CPM നേതൃത്വം ആകെ ഞെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത് RMP പ്രവർത്തകരെ സംബന്ധിച്ച് TPയുടെ വധമുണ്ടാക്കിയ ഇപ്പോഴത്തെ അതിലേക്ക് വരും മുൻപ് ഔദ്യോഗിക ബഹുമതി നൽകുകയാണ് VS അച്യുതാനന്ദൻ. ബഹുമതികൾ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ദർബാർ ഹാളിൽ വെച്ചുള്ള ഗാർഡ് ഓഫ് ഓണറാണ് ഇപ്പോൾ നൽകുന്നത്. ഇനി പറഞ്ഞതിലേക്ക് തന്നെ വരികയാണ്. 2012 ജൂൺ 2 TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ട് 30 ദിവസം തികയുന്ന ആ ദിവസം അന്ന് രാവിലെ 10:15-ന് TPയുടെ സഹധർമ്മിണിയായിട്ടുള്ള ഇപ്പോഴത്തെ വടകര MLA ആയിട്ടുള്ള KK രമയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോളിന്റെ അപ്പുറത്തെ മറുതലക്കിൽ ഉണ്ടായിരുന്നത് VS അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് ആയിരുന്നു. ഉടൻ തന്നെ സുരേഷ് രമയോട് പറഞ്ഞു VSനൊന്ന് സംസാരിക്കണം. ഫോണെടുത്ത ഉടൻ VS പറഞ്ഞു താൻ ഒഞ്ചിയത്തേക്ക് വരുന്നു എന്നുള്ളതാണ്, ഞാനിതാ ഒഞ്ചിയത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നീട് കണ്ടത് ഒഞ്ചിയം എന്ന് പറയുന്നത് ഒരു കടലിരമ്പം പോലെ ജനസാഗരത്താൽ നിറയുന്നതാണ്. RMP പ്രവർത്തകർ അന്ന് എല്ലാം തകർന്നു നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യാശയുടെ വെളിച്ചമായി വന്നത് അവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലെ അതികായനായിട്ടുള്ള നേതാവായി അവർ അന്നും ഇന്നും കണ്ടുപോകുന്ന VS ആയിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അന്ന് മണ്ടോടിത്താഴ റോഡും തൈവച്ചപ്പറമ്പിൽ വീടുമെല്ലാം ജനനിബിഡമായി ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് 2012 ജൂൺ 2-ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ജനക്കൂട്ടത്തിനിറയിലേക്ക് VS അച്യുതാനന്ദൻ ഇറങ്ങി വരുന്നത്. നേരെ KK രമയുടെ മുറിയിലേക്ക് പോവുകയും ഒരു പിതാവിനെ എന്ന പോലെ രമയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച ഇന്നലെ KK രമയുടെ ഫേസ്ബുക്ക് കുറിപ്പിലിട്ട ആ ചിത്രം നമ്മൾ കണ്ടതാണ്. അതാണ് VS എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിനും അപ്പുറം ചില കൃത്യമായ രീതിയിൽ മാനുഷികമായ പരിഗണനകൾ നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു VS എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി VS പറഞ്ഞത് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെയും മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെയും ദുഃഖത്തിൽ പങ്കുചേരാനാണ് താൻ ഒഞ്ചിയത്തേക്ക് എത്തിയത് എന്നാണ് VS അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ മാത്രമല്ല, കോഴിക്കോട് സംബന്ധിച്ച് ജീരകപ്പാറയിൽ, പാലക്കാടിനെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് പ്ലാച്ചിമടയിൽ, അങ്ങനെ നീതിക്കായി ശബ്ദിച്ച ജനങ്ങൾക്ക് വേണ്ടി ഒരു പോരാളിയായി, മുന്നണി പോരാളിയായി VS ഉണ്ടായിരുന്നു. ആ VS ആണ് ഇപ്പോൾ ദർബാർ ഹാളിൽ അന്ത്യനിദ്രയിലാണ്ട് കിടക്കുന്നത്. അവിടെ VSനെ കാണാൻ നിരവധി പേരാണ്, സാധാരണക്കാരായ മനുഷ്യർ മുതലുള്ള ആളുകളാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ നമുക്ക് ഇവിടെ കാണാം എന്നുള്ളതാണ്. ഒപ്പം അതിന്റെ പരിസരത്തായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവരുണ്ട്. മന്ത്രിമാരായ V ശിവൻകുട്ടിയും PA മുഹമ്മദ് റിയാസും അടക്കമുള്ളവർ ഈ ഒരു മൃതദേഹത്തിന്റെ പരിസരത്തായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.